തിരുവല്ലയിലെ ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രത്തിൽ വിദ്യാർത്ഥി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ അധ്യാപികയ്ക്കെതിരെ കേസെടുത്ത് പോലീസ്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് കേസ്. മലയാളം വിഭാഗം അധ്യാപിക മെലീന ജെയിംസിനെതിരായാണ് കേസെടുത്തത്. വിദ്യാർത്ഥിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. അധ്യാപികയുടെ മാനസിക പീഡനം സഹിക്കാൻ കഴിയാതെയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്ന് വിദ്യാർത്ഥി പോലീസിന് മൊഴി നൽകിയിരുന്നു. മലയാളം വിഭാഗം അധ്യാപിക നിരന്തരം പീഡിപ്പിച്ചിരുന്നുവെന്ന് മറ്റ് വിദ്യാർത്ഥികളും 24-നോട് പറഞ്ഞു. ആദ്യം ആ പ്രതികരണങ്ങളിലേക്ക്. ഞങ്ങളെ സ്ഥാപനത്തിലെ മലയാളം വിഷയ അധ്യാപിക മെലീന ജെയിംസ് ടീച്ചറാണ് ഇതിനൊക്കെ കാരണം. ടീച്ചർ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും തോൽപ്പിക്കുമെന്ന് പറയുകയും ഇപ്പോൾ പാർട്ടിയിലായാലും മുൻപന്തിയിൽ നിൽക്കുന്ന ആരാണോ, ഇപ്പോൾ ഞങ്ങളെ എല്ലാത്തിനും മുമ്പിൽ നിന്ന് അവനായിരുന്നു. അപ്പോൾ അവനെ പേഴ്സണലായിട്ട് വിളിച്ചിട്ടും അല്ലാതെയും തോൽപ്പിക്കും, അങ്ങനത്തെ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചു. ഇന്നലെ രാത്രി വളരെ മെൻ്റലി ടയേർഡായിരുന്നു. ഞാൻ പോയി നോക്കിയപ്പോൾ ഒച്ച കേട്ട് പോയതാണ്. അപ്പോൾ അവ തൂങ്ങിക്കിടക്കുന്നേ ഞാൻ കണ്ടേ. കയറ് കഴുത്ത് പിടിച്ച് നിൽക്കുന്നത് കണ്ടേ. ഞാൻ കാല് കയറി പിടിച്ച് ഒച്ച വെച്ച്. അപ്പോൾ എല്ലാവരും കയറി വന്ന് അങ്ങനെ നേരെ ആസ്പത്രിയിൽ കൊണ്ടുപോയി. ടീച്ചർ ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളെ 3-4 കൊല്ലം മുമ്പുള്ള കുട്ടികൾക്ക് വരെ ദ്രോഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വിദ്യാർത്ഥിയോടുള്ള ദേഷ്യം തീർക്കാനായി ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ ടൂറിന് വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തോൽപ്പിച്ച ചരിത്രം ഈ ടീച്ചർക്കുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഞങ്ങളുടെ സീനിയറിനെ ഇൻറ്റേർണൽ മാർക്ക്, നമുക്കറിയാം ഇത് ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. അപ്പോൾ ഇൻറ്റേർണൽ മാർക്കിന് അത്രയ്ക്ക് നല്ല പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇൻറ്റേർണൽ മാർക്ക് ഞങ്ങൾക്ക് ഒരു പരിധി വരെ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ആ കോഴ്സ് തോറ്റെന്നാണ് അർത്ഥം. അപ്പോൾ മിസ്സിനെതിരെ നിന്ന കുട്ടികളുടെ എല്ലാം ഇൻറ്റേർണൽ മാർക്ക് കുറച്ച് തോൽപ്പിച്ചിരുന്നു. പക്ഷെ അന്ന് രാത്രി തന്നെ ബാക്കിയുള്ള ടീച്ചേഴ്സ് ഇടപെട്ട് പിന്നെ അത് റെഡിയാക്കി എടുത്തതാണ്. നമ്മളും അധ്യാപകരാണ്ട ആൾക്കാർ തന്നെയാണ്. നമ്മൾ നാളെ ഒരു കുട്ടിയെ എങ്ങനെ പരിപാലിക്കണം, നാളത്തെ തലമുറയ്ക്ക് അവനെ എങ്ങനെ വാർത്തെടുക്കണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മൾ തന്നെ ആദ്യത്തെ കുളം ചവിട്ടിക്കലക്കുകയാണ്. അതുപോലത്തെ ഒരു രീതിയാണ് ഈ ഒരു അധ്യാപിക കാണിച്ചു വരുന്നത്. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വിദ്യാർത്ഥി തിരുവല്ല TMM ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിനിടെ SFI പ്രവർത്തകർ തിരുവല്ല ഡയറ്റിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമായി. പോലീസിനെ മറികടന്ന് ഓഫീസിനകത്തേക്ക് തള്ളിക്കയറിയ SFI പ്രവർത്തകർ പ്രിൻസിപ്പലിനെ ഉപരോധിച്ചു. ശ്രീജിത്ത് ശ്രീകുമാരൻ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് പ്രിൻസിപ്പൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? മറ്റൊന്ന്, ഡയറ്റ് അധ്യാപികയ്ക്കെതിരെ എന്തെങ്കിലും നടപടി കൈക്കൊണ്ടിട്ടുണ്ടോ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഡയറ്റ് അധ്യാപികക്കെതിരെ നടപടി സ്വീകരിക്കണമെങ്കിൽ ഈ ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഇത്തരത്തിൽ അതിനൊരു അനുമതി നൽകേണ്ടത്. അവിടെ നിന്നാണ് അത്തരത്തിൽ നടപടി ഉണ്ടാകേണ്ടത്. എന്തായാലും ഈ പ്രിൻസിപ്പൽ ഇപ്പോൾ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അത് പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ സുനിൽ കൃഷ്ണൻ, അദ്ദേഹം തിരുവല്ല CI ആണ്. അദ്ദേഹം ഇവിടെ നേരിട്ട് വന്ന ഇത്തരത്തിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസ് അപൂർവങ്ങളിൽ അപൂർവം എന്ന് വേണമെങ്കിൽ പറയാം. ആത്മഹത്യാ പ്രേരണയ്ക്ക് ശ്രമിപ്പിച്ചു എന്ന ഒരു കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഈ മെലീന ജെയിംസ് എന്ന മലയാളം വിഭാഗം അധ്യാപികയ്ക്കെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. എന്തായാലും SFI പ്രവർത്തകർ, SFIയുടെ ജില്ലാ സെക്രട്ടറി KSMLന്റെയും അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി അംഗം അഡ്വക്കേറ്റ് അമൽ എബ്രഹാമിന്റെ നേതൃത്വത്തിലാണ് അവിടേക്ക് തള്ളിക്കയറിയത്. ഈ ഡയറ്റിൽ തള്ളിക്കയറിയ പ്രവർത്തകർ പ്രിൻസിപ്പാളിനെ ഉപരോധിക്കുകയായിരുന്നു. ഏറെ നേരം ഉപരോധത്തിന് ശേഷമാണ് ഈ പോലീസ് എത്തി ഇത്തരത്തിൽ റിപ്പോർട്ട് കൈമാറിയത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നടന്ന മുഴുവൻ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി ഒരു റിപ്പോർട്ട് DGക്ക് നൽകുകയായിരുന്നു ഈ പ്രിൻസിപ്പൽ. അതിനുശേഷം മറ്റു നടപടിക്രമങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതായത് ക്രിമിനൽ കേസിൽ പെട്ടതോടുകൂടി സസ്പെൻഷൻ അല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന് പ്രിൻസിപ്പൽ തന്നെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും അല്പസമയത്തിനകം അക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികൾ എന്തായാലും ഈ ഉറപ്പിന്മേൽ പിരിഞ്ഞു പോയിട്ടുണ്ട്. ഈ അപകട നില തരണം ചെയ്തിട്ടുണ്ട് ഈ വിദ്യാർത്ഥി എന്നാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ആശുപത്രി അധികൃതരും പറയുന്നത്. എന്തായാലും ഡയറ്റിലെ പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരം ഉണ്ടായിട്ടുണ്ട്. വൈകുന്നേരത്തോടുകൂടി അധ്യാപികക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, അധ്യാപികക്കെതിരെ കേസെടുത്തിരിക്കുന്നു. വൈകുന്നേരത്തോടെ നടപടി ഉണ്ടാകും ഡയറ്റിന്റെ ഭാഗത്തു നിന്നെന്ന വിവരമാണ് ശ്രീജിത്ത് ശ്രീകുമാരൻ നൽകിയത്.